ഭുവനചന്ദ്രൻ എന്ന ഈ ദുരന്തബാധിതനായ ഒരാളുണ്ട്. അദ്ദേഹം ക്യാമ്പിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഭുവനചന്ദ്രൻ, അങ്ങിപ്പോൾ ഉള്ളത് മേപ്പാടി സ്കൂൾ സെൻറ് ജോസഫ്സ് ക്യാമ്പിലാണോ അതല്ല മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിലാണോ? ഹൈസ്കൂൾ ക്യാമ്പിലാണ് സാറേ. ഭുവനേന്ദ്രൻ എവിടെയായിരുന്നു വീട്? ചൂരൽമലയിലായിരുന്നോ മുണ്ടക്കയിലായിരുന്നോ? ഹൈസ്കൂൾ ക്യാമ്പിലാണുള്ളത്. ചൂരൽമല പടവട്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സാറേ വീട്. വീടിന്റെ അവസ്ഥ എന്താ ഭുവനചന്ദ്രൻ? വീടിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ തൽക്കാലം ഞാൻ നിന്നോണ്ടിരുന്ന പെങ്ങളെ വീട്ടിലാണ്. സ്ഥലം വന്നിട്ടുള്ളത് വില്ലേജിന്റെ അവിടെയാണ്. അപ്പോൾ വീട് പണി കുറെ തുടങ്ങാനുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം കുറെ പണികളൊക്കെ ചെയ്തു. അന്നേരം അവിടെ ഈ കഴിഞ്ഞ കൊല്ലം മഴയ്ക്ക് തിണ്ടിടിഞ്ഞിട്ടൊക്കെ വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പണി അവിടെ നിർത്തി വെക്കുകയായിരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം ചെയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടലിലൊക്കെ ഇവിടെ വന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ദുരന്തം വന്നിട്ടുള്ളത് സാറേ. ഇപ്പോൾ നിലവിൽ എനിക്കിപ്പോൾ അവിടെയും താമസിക്കാൻ പറ്റില്ല. കിണർ കുത്തി കിണർ ഇടിഞ്ഞു പോയി, മട്ടൊക്കെ വലിച്ചു. പിന്നെ ബാക്കി ഈ കലുങ്ക് കെട്ടിയ ശേഷം ഒന്നിലെ റോപ്പ് മുഖാന്തരം സാധനങ്ങൾ ഇറക്കാം, അല്ലെങ്കിൽ സെറ്റിലടിക്കേണ്ടി വരും. സെറ്റിലടിച്ചിട്ട് ആ പ്ലാനിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പെട്ടെന്ന് ഉണ്ടായത് സാറേ. ഈ പെങ്ങളുടെ വീട്ടിലെ നിലവിലത്തെ സാഹചര്യം പറഞ്ഞാൽ സ്ഥലമുണ്ട്, പെങ്ങളെ വെച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ വളരെ മോശമാണ്. പടവട്ടിക്കുന്ന് പറയുന്ന സ്ഥലം ഇനി അവിടെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. പെങ്ങളെ ഒരു സീറ്റിട്ട വീടാണ്. അവിടെയും തിണ്ട് ഇടിഞ്ഞിട്ടും വലിയ ആ പ്രദേശത്തെ പെങ്ങൾ മാത്രമല്ല, ആ പ്രദേശത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഭീഷണിയായിട്ടാണ് അവിടെ ഉള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്ക് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വന്നു. പക്ഷെ 8ാം നമ്പർ ഏലമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടാൻ 2019 പൊട്ടിയിട്ട് അവിടെ പാലങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നാണ്. പക്ഷെ ആലപ്പുഴയല്ല, ഫോറസ്റ്റിൽ അങ്ങനെ വന്നുകൊണ്ട് അത് പുറത്താരും അറിയപ്പെട്ടില്ല. ഇപ്പൊ നിലവിലെ സാഹചര്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഭീഷണിയുള്ള സ്ഥലം തന്നെയാണ് സാറേ. ഭുവനചന്ദ്രന്റെ വീട് വയ്ക്കാനെടുത്ത സ്ഥലത്തിന്റെ അവസ്ഥ എന്താ ഇപ്പോൾ? കിണറൊക്കെ കുട്ടിയ ആ സ്ഥലത്തിന്റെ അവസ്ഥ? അവിടെയും ഇപ്പോൾ ഒരു ദയനീയാവസ്ഥയാണ് സാർ. അതായത് നമ്മുടെ വില്ലേജ് റോഡ് നമ്മൾ കണ്ടാലറിയാം. വില്ലേജ് റോഡ് നമുക്ക് കുറേ ബോഡികൾ കിട്ടാറുണ്ട്. വില്ലേജ് ആ ഭാഗത്തിനാണ്. ആ ഭാഗത്ത് കുറച്ച് മുകളിലായിട്ടാണ് ഈ സ്ഥലം എടുത്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ കണ്ടത് നോക്കിയാൽ അവിടെ ഇപ്പോൾ വീട് വെക്കാനൊരു നിവൃത്തിയില്ലാത്ത സംഭവത്തിലാണ് സാർ ഇപ്പോൾ ഉള്ളത്. ഭുവനേന്ദ്രൻ അതിന് ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? ഞാൻ ഗ്രാമീണ ബാങ്കിന് ഒരു 1,30,000 ലോൺ എടുത്തിട്ടുണ്ട് സാറേ. അത് വീട് വയ്ക്കാനാണോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരുന്നോ? അത് വീടിന്റെ പണിക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു സാറേ. ഇനിയിപ്പോൾ വീട് വയ്ക്കാൻ കഴിയില്ലല്ലോ അവിടെ, അല്ലേ ഭുവനേന്ദ്രൻ? ഇനിയിപ്പോൾ ചൂരൽമലയിൽ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലൊക്കെ സ്ഥലം കണ്ടെത്തി തന്നാൽ വളരെ ഉപകാരം. കാരണം ഒന്നാമത് ഇത്രയും ആളുകൾ, ഇത്രയോ സുഹൃത്തുക്കൾ, ഇത്ര ബന്ധങ്ങൾ പോയി സാറേ. ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് എന്തായാലും ഒരു വീട്ടിൽ 10 പേര് ഉള്ളപ്പോൾ ഒരു 9 പേര് പോയിട്ട് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധ്യതമാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ജനിച്ച് വളർന്ന ഒരു നാട്ടിൽ ഇനിയിപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ചൂരൽമല താമസിക്കുക എന്നുള്ളത്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവരൊക്കെ പലരും പോയി അല്ലേ? പലരും പോയി, പലരും ബന്ധങ്ങൾ, സുഹൃത്തുക്കളെ. ഒരാഴ്ച ഞങ്ങളുടെ കൂടെ നിന്ന ഒരു അപ്പണ്ണൻ, അങ്ങനെ ഒരു ശിവണ്ണൻ, അങ്ങനെ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഞങ്ങളൊക്കെ തടിപ്പണിക്ക് പോകുന്ന ആളുകളാണ് സാറേ. ഒപ്പം കൂടെ അന്ന് വൈകുന്നേരം വരെ എല്ലാവരും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് നല്ല മഴയാണ്, എല്ലാവരും നേരത്തെ വീട്ടിലെത്താൻ പറഞ്ഞ് പോയ ആൾക്കാർ വരെ പിറ്റേ ദിവസം നേരം വെക്കുമ്പോൾ കാണുന്ന കാഴ്ച ചങ്ക് പടയുന്ന ഒരു കാഴ്ചയാണ് സാറേ. ഭുവനേന്ദ്രൻ, ഈ ഗ്രാമീണ ബാങ്കിൽ നിന്നെടുത്ത 1 ലക്ഷം രൂപയിൽ ഇനി എത്രയുണ്ട് ബാക്കി? വീടിന് എത്ര ചിലവിട്ടു? വീടിന് ഇപ്പം ഞാനൊരു മട്ടം വലിച്ചു, കിണർ കുത്തി, പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടായി. അപ്പം എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ആ റോഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ ടിപ്പറോ മറ്റുള്ള വണ്ടിയോ പോകാത്തതുകൊണ്ട് കുറച്ച് പെൻഡിങ് ആയിപ്പോയതാണ് സാറേ. അപ്പോൾ ഇനി ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയില്ല അല്ലേ ഭുവനേന്ദ്രൻ? ഇനിയിപ്പോൾ തിരിച്ച് അടയ്ക്കാൻ ഇപ്പോൾ എന്തായാലും നിവൃത്തിയില്ല സാറേ. കാരണം അടയ്ക്കാനെ തന്നെ ഇനിയിപ്പോ ഒരു വീട് വെക്കണം. വേറെ എന്താ ജോലി? വീട് തടിപ്പണിയാണോ? കൂലിപ്പണിയാണ് സാറേ. തടിപ്പണി മാത്രമല്ല, എല്ലാ പണിക്കും പോകും. പറമ്പിലെ പണിക്കും എല്ലാ പണിക്കും പോകും. ഒരു ദിവസം എത്ര രൂപ കിട്ടും?
അത് ശരിക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 500 ആയിരിക്കും, ചിലപ്പോൾ 600 ആയിരിക്കും, ചിലപ്പോൾ 800 ആയിരിക്കും. ഓക്കെ, ശ്രീ എം കെ